ഹായ്, ഞങ്ങൾ ജോർജിയ തിബിലിസിയിലാണ് ഉള്ളത്. ഇന്നലെ എത്തിയതാണ് ഉച്ചയ്ക്ക്. ഹസ്ബൻഡ് വന്ന് വിളിച്ചു. നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഇന്നലെ ഫുള്ള് റെസ്റ്റ് എടുത്തു, ഉറങ്ങി. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളിങ്ങനെ കറങ്ങാൻ ഇറങ്ങിയതാണ്. തിബിലിസി സിറ്റിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ, എന്നാലും കുഴപ്പമില്ല, രസമുണ്ട്. ठुमक ठुमक जब हिट छे तू पहाड़ी बाटों मा छम छमा पायल घुंघरू बाजन क्यार खुटमा ഇത് തിബിലിസിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പാർക്കാണ്. ജോർജിയയിലൊക്കെ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ട്രാഫിക് നിയമങ്ങളൊക്കെ കർശനമാണ്. നമ്മളെ നാട്ടിലെ പോലെ ഒന്നുമല്ല. ഇതിപ്പോൾ പെഡസ്ട്രിയൻ വാക്കാണ്. നമുക്ക് ഗ്രീൻ ലൈറ്റ് കത്തുന്ന സമയത്ത് മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുകയുള്ളൂ. ഇതൊരു ട്രാഫിക്കിലുള്ള അണ്ടർഗ്രൗണ്ട് വാക്ക് വേ ആണ്, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. നമ്മളിപ്പോൾ വേൾഡിലെ 3rd ടോളസ്റ്റ് ഓർത്തഡോക്സ് ചർച്ചിന് മുന്നിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് തീർത്ഥാടകർ വരുന്ന ഒരു വലിയ ആരാധനാലയം കൂടിയാണിത്. യെസ്, അതുപോലെ തന്നെ തിബിലിസിയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കേന്ദ്രം കൂടിയാണ്. ഒത്തിരി ടൂറിസ്റ്റുകളാണ്, നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള, അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഫ്രൂട്ട്സിനൊക്കെ പൊതുവേ വില കുറവാണ്. പ്രത്യേകിച്ച് ആപ്പിള്, അതേപോലെ തന്നെ പലതരം ബെറീസ് ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ. നമ്മളിപ്പോൾ ഇവിടെ ജോർജിയ തിബിലിസിൻ്റെ മെയിൻ പാർക്കിലാണുള്ളത്. ഇവിടെയുള്ളൊരു മെയിൻ അട്രാക്ഷനാണ് ഈ എയർ ബലൂൺ എന്ന് പറയുന്നത്. ഇത് ഒരുപാട് നമുക്കിതിനുള്ളിലോട്ട് കയറിയതിന് ശേഷം ഇത് ഹൈറ്റിലോട്ട് പൊന്തും. അതിനുശേഷം നമുക്ക് അവിടുന്ന് ഏകദേശം തിബിലിസി ജോർജിയ ഏകദേശം ഫുള്ള് കാണാം. ഒരുപാട് നല്ലൊരു വ്യൂ തന്നെയാണ്.
अपनी मंजिल का पता शामें मलंग सी रातें सुरंग सी बागी उड़ान पे ही ना जाने क्यों इलाही मेरा जी आए आए इलाही मेरा जी आए आए अब देखो ना आए जो अब कोई सुबह तेरे बिना और चाहूं ना हो सच कोई ख्वाब मेरा तेरे बिना किसी को सपना लगे तू किसी को बहती हवा किसी की बस बातों में करे पल में यहाँ वहाँ किसी के साथ झूठ सुन ले ഈ ജോർജിയയിലെ മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് ഈ പീസ് ബ്രിഡ്ജ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ഗ്ലാസ്സിൽ അതുപോലെ തന്നെ സ്റ്റീലിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കയറിക്കഴിഞ്ഞാൽ പീസ് കിട്ടുമോ എന്താ അറിയില്ല, എന്തുകൊണ്ടാണ് ആ പേര് വന്നത് എന്നുള്ളത് അറിയുകയില്ല. അപ്പോൾ ഇതിൻ്റെ അടിയിലൂടെ ഒരു നദി ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഈ നദിക്ക് ക്രോസ് ആയിട്ടാണ് ഈ പാലം വരുന്നത്. ഇതൊരു നടപ്പാലമാണ്. അപ്പോൾ ഈ നദി ഇതിൻ്റെ പേര് എന്താണ്, കൂറ എന്നറിയപ്പെടുന്ന നദിയാണ്. നാട്ടിലെ കുറയല്ല. അപ്പോൾ ഇത് ശരിക്ക് ഇതിൻ്റെ ഈ നദിയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ശരിക്ക് തുർക്കിയിൽ നിന്ന് ആരംഭിച്ച് ശരിക്ക് അസർബൈജാൻ വരെ, അവിടെ നിന്ന് കാസ്പിയൻ സീയിലോ പോയിട്ടാണ് അവസാനിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ബോട്ടിങ്ങിൻ്റെ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഇതാ ഇവിടെ നിന്ന് ബോട്ട് സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. किसी का सच भी गुनाह किसी की बस ഈ പീസ് ബ്രിഡ്ജ് കൂടെ ഒന്ന് നടന്നു നോക്കാം. She's scared. No. यादों में करे हलचल सारा जहां പീസ് ബ്രിഡ്ജിന്റെ ആ സൈഡിലുള്ളത് ഓൾഡ് തിബിലിസിയും ഈ സൈഡിലുള്ളത് ന്യൂ തിബിലിസിയും ആണ്. ഇതൊരു കണക്ഷൻ്റെ ബ്രിഡ്ജ് കൂടിയാണ്. പെഡസ്ട്രിയൻസ് ഉപയോഗിക്കുന്നതാണ് ക്രോസ് ചെയ്യാൻ. तू मेरी बाहों में दुनिया भुला दे जो अब लम्हात है ये बड़े ही ഇവിടെ അർഫാൻ പറഞ്ഞതുപോലെ ഈ പാലത്തിന്റെ ഒരു സൈഡ് ശരിക്കും ഓൾഡ് തിബിലിസി, അതുപോലെ തന്നെ ഈ ഭാഗത്ത് ന്യൂ തിബിലിസി എന്നറിയപ്പെടുന്നു. तू मेरी बाहों में दुनिया भुला दे खुदा तुझको बता तू रहना कहाँ क्या तेरा पता हम तो यहाँ पे मुसाफिर हैं जो ढूंढे अपनी मंजिल का पता ये जुनून യെസ്, അപ്പം നമ്മൾ ഈ കൂറ നദിയുടെ മുകളിലുള്ള പീസ് ബ്രിഡ്ജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. മഴമേഘം മനമുരുകി ഉരുകി അലയുമലയുമൊഴിയാതെ മിഴിയേതോ വഴി തിരയും ഇനിയും അകലെ അകലെ അറിയാതെ
ഓക്കെ, അപ്പം നമ്മൾ ഈ തിബിലിസിയിൽ കേബിൾ കാർ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലാണുള്ളത്. ഓക്കെ, ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിൽ കയറേണ്ടത്. കടലോളം മോഹമോ അവളാകും തീരമേ ഒന്നു തൊടുവാനോ പറയാതെ പോയൊരാ മരിയാവും പൂവിതാ പലരാവായി രാത്രി നല്ല രസം, ഇങ്ങനെ തിളങ്ങും സ്വർണ്ണ കളർ പോലെയാണ്. ഞങ്ങള് പോയിരുന്നു അവിടെ. നല്ല രസമാണ്, അവിടെ നല്ല വ്യൂ നല്ല വ്യൂ ഉണ്ട്. രാത്രി അത് മാത്രം ഇങ്ങനെ കാണാം നമുക്ക് എവിടെ നോക്കി. നല്ല ഹൈറ്റ് അല്ലേ. മെല്ലെ വിടരാനോ നീ അകന്ന വാനിലേ നീല നിലാമൂകമായി മെല്ലെ വിരൽ തൊട്ടനെ നീ എത്താ ദൂരമായോ എത്താ ദൂരമായോ ഇളം കാറ്റായി നീ വിലോലമായി വിലോലമായി ഇതിലെ വരാമോ വരാമോ मेरा जूता ही जापान, ये पतलून इंग्लिस्तान, सिर पे लाल तो भी रुस, फिर में दिल है हिंदुस्तान. मेरा जूता ही जापान, ये पतलून इंग्लिस्तान, सिर पे लाल तो भी रुस, फिर में दिल है हिंदुस्तान. ഓക്കെ, നമ്മളിപ്പം എത്തിയിരിക്കുന്നത് ഓൾഡ് തിബിലിസിയിലാണ്. ആ പാലം നമ്മൾ ആ പീസ് ബ്രിഡ്ജിന്റെ അപ്പുറത്ത് കാണുന്ന ഭാഗമാണ് ശരിക്ക് പിന്നെ ന്യൂ തിബിലിസി എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ കേബിൾ കാർ വഴി കയറിയിട്ട് ഇതാ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ബോട്ടണിക്കൽ ഗാർഡൻ ആണ് വരുന്നത്. അതേപോലെ തന്നെ അതാണ് നമ്മൾ നാരികല, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടില്ലേ, നാരികല എന്ന് പറയുന്ന ഫോർട്ടാണത് ആ ഭാഗത്ത് വരുന്നത്. അതേപോലെ തന്നെ അവിടെ വരുന്നുണ്ട് നമ്മളെ മദർ ഓഫ് ജോർജിയ വരുന്നത് അവിടെയാണ്. അപ്പോൾ അതേപോലെ നമ്മൾ നേരത്തെ വിസിറ്റ് ചെയ്ത ചർച്ചാണത്. അതായത് വേൾഡിലെ തന്നെ തേർഡ് ടാളസ്റ്റ് ചർച്ച് എന്ന് പറയുന്ന ആ ചർച്ചാണ് നമ്മൾ നേരത്തെ വിസിറ്റ് ചെയ്ത ചർച്ചാണ് കാണുന്നത്. അതെവിടെ നിന്ന് നോക്കിയാലും കാണാം. അതെ അതെ. മഴതുള്ളിച്ചാടും പോങ്കിനാവിലേ ഒരു പിള്ളിക്കുയിലി നീണമായിടാ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഇത് മദർ ഓഫ് ജോർജിയയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ മദർ ഓഫ് ജോർജിയ എന്ന് പറഞ്ഞ ഒരു കയ്യിൽ വൈനും അതുപോലെ തന്നെ ഒരു കയ്യിൽ വാളുമാണ്. അപ്പോൾ ഇത് ശരിക്കും അവരുടെ ഒരു ഗ്രീറ്റിങ്സിൻ്റെ ഭാഗമാണ് ശരിക്കും. അതായത് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ആളുകളെ അവർ വൈൻ കൊടുത്ത് സ്വീകരിക്കും. അതല്ല എനിമീസിനെ വാള് യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റാച്യു ആണിത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡിൽ പിന്നെ ഇത് ശരിക്കും ഒരു ബൊട്ടണിക്കൽ ഗാർഡനാണ്. ഇത് ശരിക്കും ക്രിസ്മസ് ആ സമയത്തൊക്കെ നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് നല്ല ഭംഗിയാണ് കാണാൻ. തൊടുത്തൊരു പൂവില്ലേ അടുത്തൊരു മായാ ചിരി തൂങ്ങി തൊടുത്തൊരു പൂവില്ലേ പോയൊരു നാടുകളായിരം നോവുകൾ നീന്തിയ മാനസമാകെയുമെന്നൊരു മാമയിലാടണ പൂവണിയാക്കിയതാരുടെ പാട്ടിലെ മോഹന സാന്ത്വനമേ. ആരോ
എന്താണ് തണുപ്പുണ്ടോ? നല്ല ചൂടുണ്ട്. തണുപ്പുണ്ട്. ഇല്ല, ചൂടാ. തണുപ്പുണ്ടോ? നല്ല സുഖം. അപ്പോൾ ഇതാണ് നമ്മളെ തിബിലിസിയിലെ നാരിക്കല അല്ലേ? നാരികല എന്ന് പറയുന്ന ഫോർട്ടാണിത്. ഇത് വളരെ പഴക്കം ചെന്ന ഒരു ഫോർട്ടാണ്. ഏകദേശം എനിക്ക് 4th സെഞ്ചുറി, അതായത് അത്രയും വളരെ പഴക്കമുള്ളൊരു ഫോർട്ടാണ്. തീർച്ചയായിട്ടും ഓക്കെ, നമുക്ക് ഓക്കെ അകത്ത് പോയി നോക്കാം. അതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം അല്ലേ? ഇത് ജോർജിയ തിബിലിസിയിലെ മെയിൻ സെന്ററാണ്. ലിബർട്ടി സ്ക്വയർ അല്ലെങ്കിൽ ഫ്രീഡം സ്ക്വയർ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതായത് ഇവിടുത്തെ മെയിൻ ഒക്കേഷൻസ് ഒക്കെ നടക്കുന്നത് ഈ ശരിക്കും ഈ ലിബർട്ടി സ്ക്വയറിൽ അല്ലെങ്കിൽ ഈ ഫ്രീഡം സ്ക്വയറിലാണ്. ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഫ്ലാഗ് ഓഫ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതേപോലെ പാർലമെന്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്. അങ്ങനെ ഒരു മെയിൻ സെന്റർ എന്ന് പറയുന്നത് ഇതാണ്. ഒരുപാട് ഷോപ്സും ഇതൊക്കെ ഉണ്ട് കാണാനും. ഓക്കെ, ഇത് നമ്മളെ ജോർജിയയിലെ ഒരു സ്പെഷ്യൽ ഐറ്റാണ് ലൂമിയസിന്റെ ചിമ്നി കേക്ക് അല്ലെ? ചിമ്നി കേക്ക്. ഇതിപ്പോ നാട്ടിലൊക്കെ എറണാകുളത്ത് ലുലുവിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് സംശയം. ഇതിപ്പോ ഇവിടെ ജോർജിയയിൽ അതേപോലെ പോളണ്ട് ഇങ്ങനെയുള്ള തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുകയാണ്. ഇപ്പൊ ഷെറീനൊക്കെ പറഞ്ഞ കേട്ട പ്രകാരം നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. എന്തായാലും ഇതില് പിന്നെ എന്താണ് ഈ കേക്ക്, അതിനകത്ത് ഫ്രൂട്ട്സ് പല ഫ്ലേവേഴ്സ് വരുന്നുണ്ട്. ചോക്ലേറ്റ്സ്, ഫ്രൂട്ട്സ്, നട്ട്സ് വെച്ചിട്ട് വരുന്നുണ്ട്. ഇത് നമ്മളിപ്പോ വാങ്ങിയത് സിനിമൻ ടേസ്റ്റില് അകത്ത് ഫ്രൂട്ട്സ് വെച്ചിട്ട് അല്ലേ? ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ളതാണ്. എന്തായാലും കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. തണുപ്പത്ത് ബെസ്റ്റാ. എങ്ങനെയുണ്ട് ചിമ്നി കേക്ക്? ലൂമിയസ് ചിമ്നി കേക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? എന്തായാലും ട്രൈ ചെയ്യണം.
കണ്ണാടി പോൽ തുള്ളാടുമീ പിന്നാറ്റിൽ നീന്തി വരാ